കർത്താവിന് മഹത്വം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ദൈവത്തിൻ്റെ ഡിക്രി, ദൈവത്തിൻ്റെ തീർപ്പ്, ദൈവത്തിൻ്റെ നിർണയം, ദൈവം എല്ലാം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇസ് ഓൾറെഡി ഹിസ് പ്ലാൻ ഈസ് ഫിക്സ്ഡ്. അതിനെയും ദൈവത്തിന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല. അത് എറ്റേണലി മാറാത്തവണ്ണം ദൈവത്തിൻ്റെ സോവറൻ ഡിക്രി ഒരു മനുഷ്യനും എക്സ്റ്റേണലായ ഹ്യൂമൻ ഹിസ്റ്ററിയിലുള്ള ഒന്നിനും തൻ്റെ എറ്റേണൽ പ്ലാനിനെ മാറ്റാനോ താൻ നിത്യമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന, പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്ന, ഫിക്സ് ചെയ്തിരിക്കുന്ന തൻ്റെ തിരുഹിതത്തിൻ്റെ ആലോചനയിൽ എടുത്തിരിക്കുന്ന ആ എറ്റേണൽ പ്ലാൻ, അത് തൻ്റെ സോവറൻ വില്ലിൽ, പരമാധികാരത്തിലുള്ള തൻ്റെ ഇച്ഛയിൽ എടുത്തിരിക്കുന്നത്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒന്നിനും കഴിയത്തില്ല. ഞാൻ മാറാത്തവൻ എന്നാണ് നാം പഠിച്ചത്. അപ്പോൾ ദൈവത്തിന് വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള പ്ലാനുണ്ട്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ പാപത്തിനോ മനുഷ്യന്റെ വീഴ്ചയ്ക്കോ, മനുഷ്യൻ അവിശ്വസിക്കുന്നതോ, മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുന്നതോ, പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ ഒന്നും താൻ കാലത്തിന് മുമ്പ് വിഭാവനം ചെയ്ത തൻ്റെ പ്ലാനിനെ അട്ടിമറിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ അവൻ്റെ മാറ്റമില്ലായ്മയെക്കുറിച്ച് കുറച്ച് വാക്യങ്ങളൊക്കെ വായിച്ചത്. ഈ ശ്രീധരൻ, മെട്രോ ശ്രീധരൻ എന്ന് നാം വിളിക്കുന്ന ഈ മെട്രോ അതിൻ്റെ എഞ്ചിനീയറായി പ്രവർത്തിച്ച് വളരെ പ്രശസ്തനായ ശ്രീധരൻ, അദ്ദേഹം മെട്രോയുടെ ആ വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ വ്യക്തമായ പ്ലാനോടുകൂടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതിന് എത്ര പണിക്കാർ വേണം, അതിൻ്റെ മെറ്റീരിയൽസ്, അത് എത്ര മാസം കൊണ്ട് തീർക്കണം, അവയുടെ എല്ലാം ഒരു സ്കെച്ച് മുൻകൂട്ടി കണ്ട് വരച്ച് ആ കൃത്യമായ പ്ലാനോടുകൂടിയാണ് ശ്രീധരനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എഞ്ചിനീയേഴ്സും ആ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നത്. ഒരുപക്ഷെ അല്പമൊക്കെ കാലതാമസം വന്നേക്കാം. അപ്പോൾ മെട്രോ ശ്രീധരൻ തൻ്റെ പ്ലാൻ പൂർത്തിയാക്കുന്നതിൽ തനിക്ക് ഒരു വ്യക്തതയും കണിശതയും ഉണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നതും പ്രസ്താവിക്കാൻ കഴിയുന്ന സമയത്തിനതീതനായ, സർവജ്ഞാനിയായ, മാറ്റമില്ലാത്തവനായ, ഓൾ സഫിഷ്യൻ്റായ ഒരു ദൈവത്തിന് എത്ര മനോഹരമായിട്ടാണ് തൻ്റെ പ്ലാൻ, തൻ്റെ ഉദ്ദേശം വിഭാവനം ചെയ്യാൻ കഴിയുന്നതും അത് അതിമനോഹരമായി ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നു. അപ്പം ദൈവത്തിൻ്റെ ആബ്സെൻസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആബ്സെൻസ് ഇൻ എ സെൻസ്, ദൈവത്തിൻ്റെ സൈലൻസ്, ഒരിക്കലും വിചാരിക്കരുത് ദൈവം എവിടെയോ തോറ്റിരിക്കുന്ന, പരാജയപ്പെട്ടിരിക്കുന്ന, ഒരു ബി പ്ലാനിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമായിട്ട് കാണേണ്ട. മുഴുവൻ കാര്യങ്ങളും അവൻ്റെ ഉദ്ദേശത്തിൽ തന്നെയാണ് പ്രിയമുള്ളവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും ആ ഉദ്ദേശത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് അഭിപ്രായങ്ങളില്ല, ദൈവത്തിന് നിർണയമാണുള്ളത്, അഭിപ്രായങ്ങളില്ല. ദൈവം ഒപ്പീനിയൻസ് പറയുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ ഡിക്രി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ തീർപ്പ്, ദൈവത്തിൻ്റെ നിർണയം, ദൈവത്തിൻ്റെ ആലോചന എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങളല്ല. ദൈവം മാത്രമാണ് കാണുന്നത്. മനുഷ്യർക്കുള്ളതെല്ലാം ധാരണകളാണ്. ഹീസ് വാച്ചിങ്. ദൈവം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കുള്ളത് ധാരണകളാണ്. ദൈവത്തിന് കുറെ അറിവുകളല്ല ഉള്ളത്, ദൈവത്തിനുള്ളത് സമ്പൂർണമായ നിർണയമാണ്. നമ്മൾ ഈ കൂടുതൽ ഈ ആമുഖമായ ഈ സെഷനുകളിലെല്ലാം വാക്യങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഈ വാക്യങ്ങളെല്ലാം ഇനിയും ഇന്റർപ്രറ്റ് ചെയ്യും ഓരോ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാറ്റമില്ലാത്തവെന്ന് പറഞ്ഞു, പക്ഷേ ദൈവം മാറുന്നു, അനുദപിക്കുന്നു,
തന്റെ തീരുമാനങ്ങൾ മാറ്റുന്നു. ഇതൊക്കെ പിന്നെ നമ്മൾ പല മറ്റു വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം ഏകപക്ഷീയമായിട്ടല്ല ഈ വാക്യങ്ങൾ ഇപ്പോൾ പറയുന്നതോ പഠിപ്പിക്കുന്നതോ. ഈ വാക്യങ്ങളെ ഒക്കെ വീണ്ടും നാം വിശകലനം ചെയ്യും. നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളാണല്ലോ ഇതൊക്കെ. ദൈവം അനുദപിച്ചു എന്ന് വായിക്കുന്നു, അങ്ങനെയാണ് ദൈവം അനുദപിക്കുന്നില്ല എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അതൊക്കെ ഇനി രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഈ വാക്യങ്ങളൊക്കെ വിശകലനം ചെയ്യും. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് നാം ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പോകുന്നത്. നമ്മൾ 33-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ അവന്റെ നിർണയം, അവന്റെ ഡിഗ്രി, അവന്റെ സോവറൻ വില്ലിലെടുക്കുന്ന നിർണയങ്ങൾ മാറ്റമില്ലാത്തതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന കുറച്ച് വാക്യങ്ങളാണ്. 33:9 സങ്കീർത്തനം. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവൻ കൽപ്പിച്ചാൽ പിന്നെ സ്ഥാപിതമായേ പറ്റൂ. അവൻ അരുളി ചെയ്താൽ അങ്ങനെ സംഭവിച്ചേ പറ്റൂ. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ദൈവം മുന്നറിഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യമാണ് മുന്നറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ ആ കാര്യം നടന്നേ പറ്റൂ. അതിന് നടക്കാതെ പോകാൻ പറ്റത്തില്ല. ദൈവം ഒന്നറിയുകയും മറ്റൊന്ന് നടക്കുകയും ചെയ്യത്തില്ല. അതുകൊണ്ടാ ഫോർനോളജും പ്രീഡെസ്റ്റിനേഷനും ഒരു കോയിന്റെ രണ്ട് വശങ്ങളാണ്. ദൈവം ഒരു കാര്യം അറിഞ്ഞു എങ്കിൽ പിന്നെ അത് സംഭവിച്ചിരിക്കണം. ഇങ്ങനെ സംഭവിക്കാവുള്ളൂ എന്ന് കർത്താവ് തീരുമാനിച്ചു വെച്ചിട്ടില്ല, പ്രത്യേകിച്ച് മനുഷ്യരോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് അത് സംഭവിച്ചിരിക്കും. അത് മാറത്തില്ല. അപ്പൊ ഇതൊക്കെ ഡിഗ്രിയാണ്. ഇതൊക്കെയാണ് ദൈവത്തിന്റെ സോവറിനിറ്റിയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. ഡിഗ്രി ഇതല്ല, നിർണയം മാറത്തില്ല. യെശയ്യാവ് 43:13 കർത്താവ് പറയുന്നത്, ഇന്നും ഞാൻ അനന്യൻ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. അപ്പൊ ഞാൻ അനന്യനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാറ്റമില്ല. ഞാൻ ഇന്നും അനന്യനായ ദൈവമാണ്. ഈ വാക്യങ്ങളൊക്കെ ഓരോ കോണ്ടക്സ്റ്റിലായിരിക്കും പറയുന്നത്. എങ്കിലും ദൈവത്തിന്റെ പൊതുവായ സ്വഭാവവും പ്ലാനുകളെയും മനസ്സിലാക്കാൻ ഇതൊക്കെ നമുക്ക് ആവശ്യവുമാണ്. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ഒരു മനുഷ്യനും തടുക്കാൻ കഴിയാതെ വണ്ണം താൻ തന്റെ പ്ലാൻ ഫിക്സ് ചെയ്തിരിക്കുക. ദൈവം അനുദപിക്കത്തില്ല എന്ന് നമ്മൾ 1 ശമൂവേൽ 15:29 പറയുന്നുണ്ട്. അവൻ അനുദപിക്കുവാൻ മനുഷ്യനല്ല, അവൻ ഭോഷ്ക് പറയുവാൻ അനുദപിക്കുവാനും അവൻ മനുഷ്യനല്ല. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്ക് പറയുന്നില്ല, അനുദപിക്കുന്നുമില്ല, അനുദപിക്കാൻ അവൻ മനുഷ്യനല്ല. അപ്പൊ ദൈവം ഒരു പ്ലാൻ എടുത്തിട്ട് അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു, ഞാൻ ആ പറഞ്ഞത് കൂടിപ്പോയി, ഞാൻ അവനോട് ചെയ്തത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി, ഈ കാര്യം ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന ഒരു മനസ്താപം, മാനസാന്തരം, അനുതാപം അവനില്ല. ഇതാണ് ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ പ്രത്യേകത. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ തന്റെ വിളിയെയും കൃപാവരങ്ങളെയും കുറിച്ച് അനുദപിക്കുന്നില്ല, ഡസ് നോട്ട് റിപ്പന്റ്. അപ്പൊ ഇതെല്ലാം മാറ്റമില്ലായ്മയ്ക്കകത്ത് വരും. അവന്റെ ആ നിത്യ പ്ലാനുകൾക്കകത്ത് ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അത് നിത്യമായ പ്ലാനായിട്ടിരിക്കുന്നത്. സങ്കീർത്തനം 2:7 അവിടെ ഇംഗ്ലീഷിൽ ഐ വിൽ ഡിക്ലെയർ ദ ഡിഗ്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. അപ്പം സങ്കീർത്തനം 2:7 അവിടെ ഐ വിൽ ഡിക്ലെയർ ദ ഡിഗ്രി ദ ലോർഡ് ഹാസ് said unto me, thou art my son, this day have I begotten you. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നത് ഒരഭിപ്രായമല്ല, വേണമെങ്കിൽ മാറ്റാവുന്ന ഒരു ബി പ്ലാനോടുകൂടിയല്ല അത് പറയുന്നത്. അത് തന്റെ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്, നിർണയം. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന് പരാജയപ്പെട്ടാൽ ഉപയോഗിക്കാനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി പ്ലാനുമായിട്ട് ദൈവം സൃഷ്ടിപ്പ് നടത്തിയിട്ടില്ല. പരാജയപ്പെടും മുമ്പ് തന്നെ അവൻ അറിഞ്ഞ് അതിനുള്ള വഴിയും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഫ്റ്റർ തോട്ട് അല്ല ദൈവത്തിനുള്ളത്. ഒരാളെ കുറിച്ച് ഈ ഭൂമിയിൽ ഒരുത്തൻ ജനിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇവൻ ജനിച്ചു പോയല്ലോ, ഇവൻ എന്ത് ജോലി ഉണ്ടാക്കി കൊടുക്കും, ഇവൻ ആരെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കും, ഇവൻ എങ്ങനെയാണ് ഓക്സിജൻ കൊടുക്കുന്നത്, ഇവനെ എങ്ങനെയാണ് ഞാൻ പുലർത്തുന്നത്, ഒന്നും ആഫ്റ്റർ തോട്ടല്ല.
ഹല്ലേലൂയ. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് നിർണയമാണ്. ഈ ദൈവത്തിൻ്റെ ഈ സോവറിൻ വില്ല് തിരിച്ചറിയാനായിട്ട് ഏറ്റവും മനോഹരമായ ഒരു വചനം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലുള്ള ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവൻ അരുളി ചെയ്തു. ലെറ്റ് ദെയർ ബി ലൈറ്റ്. ഈ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സോവറിൻ വില്ല, അത് മാറ്റമില്ല. ദൈവത്തിന്റെ സോവറിൻ വില്ല. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇല്ല, മാറ്റമില്ല. അവൻ അരുളി ചെയ്ത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അത് 80% ലൈറ്റായിട്ട് വരത്തില്ല, അത് 2-3 ദിവസം കൊണ്ട് പതിയെ വരത്തില്ല. വെളിച്ചം ഉണ്ടാകട്ടെ, ലെറ്റ് ദെയർ ബി ലൈറ്റ്. ആ സ്പോട്ടിൽ അതിന്റെ പൂർണ്ണതയോടെ തന്നെ ആ വെളിച്ചം സംഭവിച്ചിരിക്കുക. ഇതാണ് ദൈവത്തിന്റെ നിത്യമായിട്ടുള്ള തീർപ്പുകൾ. സൂര്യൻ നിത്യമല്ല, പക്ഷെ ദൈവം അരുളി ചെയ്താൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും എന്നുള്ളതിന്റെ ഡിഗ്രി അതാർക്കും മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, സദൃശവാക്യങ്ങൾ അതിന്റെ 19-21 നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാവും. അതുകൊണ്ട് നമുക്ക് മനുഷ്യന്റെ ആലോചനകളോ മനുഷ്യന്റെ തീർപ്പുകളോ മനുഷ്യരുടെ പരിഹാസങ്ങളോ അവരുടെ ഏതെങ്കിലും ലോയോ നിയമങ്ങളോ ഒന്നും നമ്മളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർ എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയാലും, എന്തെല്ലാം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാലും, എന്തെല്ലാം ഗൂഢാലോചനകൾ ചെയ്താലും, പിശാച് ഏതൊക്കെ മനുഷ്യനെ കൂലിക്കെടുത്ത് ദൈവിക പദ്ധതികളെ തുരങ്കം വെക്കാൻ എന്തൊക്കെ ശ്രമിച്ചാലും, മനുഷ്യന്റെ ആലോചന, മനുഷ്യന്റെ ഹൃദയത്തിൽ പല ആലോചനയുണ്ട്, എന്നാൽ യഹോവയുടെ ആലോചനയെ നിവൃത്തിയാകത്തുള്ളൂ. അപ്പം ദൈവത്തിന്റെ ആലോചന നിവർത്തീകരിക്കാൻ മാത്രമേ മനുഷ്യന്റെ ആലോചനകൾ കൊണ്ട് കഴിയത്തുള്ളൂ. അവയല്ല ആത്യന്തികമായിട്ട് നിവർത്തിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. മറ്റൊരു കോണ്ടസ്റ്റിലാണ് അത് പറയുന്നതെങ്കിലും മനുഷ്യൻ എന്തെല്ലാം ഹൃദയത്തിൽ നിരൂപിച്ചാലും ദൈവം എന്താണോ ലോകസ്ഥാപനം മുമ്പ് തന്റെ സോവറിൻ വില്ലിൽ നിർണയിച്ചത് അത് തന്നെ സംഭവിക്കത്തുള്ളൂ. ദൈവം അരുളി ചെയ്തു, അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ഈ ഒരു വ്യൂ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അതായത് മനുഷ്യ ചരിത്രത്തിലെ സംഭവങ്ങളോ കാര്യങ്ങളോ വീഴ്ചകളോ ദൈവത്തിന്റെ പദ്ധതിയെ സ്വാധീനിക്കുന്നു, അത് മാറുന്നു, ദൈവത്തിന്റെ പ്ലാനുകൾ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു വ്യൂ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ. അങ്ങനെയാണെങ്കിൽ ആർക്കറിയാം അവൻ നാളെ എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യുന്നത്, നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ കഴിയാത്ത ഒരാളെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും ഒക്കെ അതുപോലെ വീക്കായിരിക്കും. പൊതുവെ നമുക്ക് ദൈവത്തെക്കുറിച്ച് തോന്നുന്നത്, ഇപ്പം നമ്മൾ ഭൂമി കുലുക്കം അല്ലെങ്കിൽ കൊറോണ അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് യുദ്ധം, അതുപോലുള്ള സാമൂഹ്യ ലഹളകൾ, വളരെ നീചമായിട്ടുള്ള പാപങ്ങൾ, ക്രിമിനലായിട്ടുള്ള വളരെ ക്രിമിനൽ സ്വഭാവങ്ങൾ പുലർത്തുന്നവർ, പിന്നെ ഈ കമ്മ്യൂണൽ റൈറ്റ്സ്, അതുപോലെ പ്രകൃതിയിലെ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ ആ സമയത്തൊക്കെയാണല്ലോ ദൈവത്തിനെതിരെ സംസാരിക്കുന്നത്. ദൈവം എവിടെ പോയി, ദൈവം ഉറങ്ങുന്നു, ദൈവം പരാജയപ്പെട്ടോ, സർവശക്തനായ ദൈവത്തിന് എന്തുകൊണ്ടാണ് ഇവയെ തടയാൻ കഴിയാഞ്ഞത്, ഉരുൾപൊട്ടൽ വന്നപ്പോൾ എന്തുകൊണ്ട് ദൈവം നിസ്സഹായനായി. അപ്പോൾ നിസ്സഹായനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാച് കൊണ്ടുവരും, നമുക്ക് ചുറ്റും നടക്കുന്ന ജീർണതയിലൂടെ, ദ്രവത്വത്തിലൂടെ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ വാക്യങ്ങൾ അടിസ്ഥാനപരമായ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും, ഞാൻ പ്രസ്താവിക്കും, അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചോട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതെല്ലാം ഒരു ഈറ്റുനോവാണ്. ഇവയെല്ലാം ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഞെരക്കത്തിന്റെ സമയമാണ് ഇപ്പോൾ. എന്നാൽ സ്വർഗത്തെയും ഭൂമിയെയും യേശുക്രിസ്തുവിൽ ദൈവം ഒന്നാക്കും. ക്രിസ്തുവിൽ സ്വർഗത്തെയും ഭൂമിയെ ഒന്നാക്കുമ്പോഴാണ് ഈ ഞെരക്കത്തിന്റെ തിരശ്ശീല അവസാനം ഇടുന്നത്. അതുകൊണ്ട് ദൈവം ആ പ്ലാൻ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുക.
നശ്വരമായ, ജീർണതയുള്ള, ദ്രവത്വമുള്ള, ഞരക്കമുള്ള ഈ ഭൂമിയെ നിത്യമായ, സമാധാനമായ, വെളിച്ചമുള്ള, ദൈവഹിതം മാത്രം നിവർത്തിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗവുമായി ക്രിസ്തുവിൽ ഒന്നാക്കുമെന്നുള്ള തൻ്റെ അനാദിയിലെ പ്ലാൻ വീഴ്ചയ്ക്ക് മുമ്പേ ദൈവം എടുത്തിരിക്കുന്ന ഇൻ ക്രൈസ്റ്റ് അവൻ രണ്ടിനെ ഒന്നാക്കും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ കാഴ്ചകൾ കണ്ട് നാം നിസ്സഹായരായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ട്രസ്റ്റ് ഗോഡ്. ദൈവത്തെ തന്നെ ആശ്രയിക്കുക. ദൈവം തന്നെ നിന്റെ ആശ്രയമായിരിക്കുക. ഈ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വലിയ കടക്കണിയിൽ അകപ്പെട്ട ഒരു കർഷകൻ കയ്യിൽ ജപ്തി നോട്ടീസുമായി ഇനിയും മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയല്ല ദൈവം ജീവിക്കുന്നത്. ഹല്ലേലൂയ. അവൻ വളരെ വ്യക്തമായ പ്ലാനോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് വകയുണ്ട്. എല്ലാം പെർഫെക്റ്റ്ലി പ്ലാൻ, എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. നമുക്ക് 135 സങ്കീർത്തനം, ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ കവിഞ്ഞ് അതിനെ അട്ടിമറിച്ച് എന്തൊക്കെ മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ വിചാരിച്ചാലും അതൊന്നും സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയിരിക്കുന്നു. ഇതിനാണ് ദ ഡിക്രി ഓഫ് ഗോഡ്, എറ്റേണൽ പ്ലാൻ ഓഫ് ഗോഡ്, സോവറിൻ വിൽ ഓഫ് ഗോഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത്രയും വിശദമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം ഇതിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പും വീണ്ടെടുപ്പും, മനുഷ്യന് ദൈവം ഇച്ഛ കൊടുത്തതും, മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിന്റെ ശക്തിയും ശേഷിപ്പും രക്ഷയുടെ ഉറപ്പും എല്ലാം, ആ മുൻ അറിവ്, മുൻ നിർണയം എന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇനിയും മനസ്സിലാകാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റും. ദൈവത്തിനൊരു പ്രീ ഡിറ്റർമിനേഷൻ ഉണ്ട്. അങ്ങനെയാണ് ദൈവം എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. യെശയ്യാവ് 14:24 മുതൽ 27 വരെയുള്ള വാക്യം. യെശയ്യാവ് 14:24 മുതൽ 27 വരെയുള്ള വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നു, ആണയിട്ട് അരുളി ചെയ്യുന്നു, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഓ, ദൈവം വിചാരിച്ച പോലെ ഒന്നുമല്ലല്ലോ സംഭവിച്ചത്. ഏദൻ തോട്ടത്തിൽ ദൈവം വിചാരിച്ച പോലെയാണോ സംഭവിച്ചത്? അല്ല. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കും. ഒരു കാര്യം പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും ദൈവം അതിനു മുമ്പേ മറ്റൊരു പ്ലാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതേ സംഭവിക്കത്തുള്ളൂ. ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാവും. അപ്പം ഹീസ് എ പർപ്പസ്ഫുൾ ഗോഡ്. വളരെ പർപ്പസ്ഫുൾ ആയിട്ടാണ് ദൈവം സ്വർഗത്തിൽ വാഴുന്നത്. വളരെ പർപ്പസ്ഫുൾ ആയിട്ട്. ഞാൻ നിർണയിച്ചതുപോലെ, ഐ ഹാവ് പർപ്പസ്, സോ ഷാൽ ഇറ്റ് സ്റ്റാൻഡ്. ഒന്നും അവന്റെ വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകത്തില്ല. ഒന്നും അവന്റെ വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകത്തില്ല. ഒരു ദൈവഭക്തൻ എഴുതിയ ഒരു വാക്കുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോഡ് കനോട്ട് ബി ഹർട്ട് അഗൈൻസ്റ്റ് ഹിസ് വിൽ ബൈ എനിത്തിങ് ഔട്ട്സൈഡ് ഹിംസെൽഫ്. തൻ്റെ ഹിതത്തിന് വിപരീതമായി തൻ്റെ ഹിതത്തെ ഹർട്ട് ചെയ്യുന്ന ഒന്നും തനിക്ക് പുറത്തില്ല. തൻ്റെ വില്ലിനെ ഹനിക്കുന്ന, തൻ്റെ ഇച്ഛയ്ക്കെതിരായി നിലകൊള്ളാൻ കഴിയുന്ന ഒന്നും സ്ഥായിയായി തനിക്ക് പുറത്തില്ല. ദൈവം ഡിപ്രസ്ഡ് അല്ല, കൺഫ്യൂസ്ഡ് അല്ല, വറീഡ് അല്ല. മനുഷ്യന്റെ പാപവും ട്രാജഡിയും ഡിസാസ്റ്ററും കണ്ട് അവൻ ഡിപ്രസ്ഡ് അല്ല, വറീഡ് അല്ല, കൺഫ്യൂസ്ഡ് അല്ല. അവൻ അവന്റെ പവറും പർപ്പസും വളരെ വ്യക്തമായിട്ട് അറിയാം. അതവൻ ചെയ്തോളൂ. ദൈവത്തിന്റെ പ്ലാൻ അത് ഒരു ഭീഷണിയുടെ കീഴിലല്ല. ഹിസ് പ്ലാൻസ് ആർ നോട്ട് അണ്ടർ ത്രെട്ട്.
ഒരു ഭീഷണിയുടെ കീഴിലുമല്ല ദൈവത്തിന്റെ പ്ലാൻ. ദൈവം ഒരു പാനിക് ബട്ടൺ അമർത്തേണ്ട ആവശ്യം വരത്തില്ല. എമർജൻസി സിറ്റുവേഷനിൽ ഒരു പാനിക് ബട്ടൺ അമർത്തേണ്ട ആവശ്യം വരത്തില്ല. ഹി ഈസ് നോട്ട് ഇൻ എമർജൻസി. അവനൊരു അപായ ചെങ്ങല വലിക്കേണ്ട ആവശ്യമില്ല. ദൈവം സകലതും തന്റെ പദ്ധതിയോട് അനുരൂപപ്പെടുന്ന നിലയിലാണ് എല്ലാ കാര്യങ്ങളെയും ഗവേൺ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദൈവം എന്താണോ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് അതിനോട് അനുരൂപപ്പെട്ടു വരുന്ന നിലയിലാണ് സകല കാര്യങ്ങളും താൻ ഗവേൺ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും. അപ്പം ദേവദാസൻ എഴുതിയിരിക്കുന്നതാണ്, ഹീസ് നോട്ട് അണ്ടർ ത്രെറ്റ്. ദൈവത്തിന്റെ പ്ലാൻ ഒരു ഭീഷണിയുടെയോ കീഴിലല്ല. ഈസ് നോ പാനിക് ബട്ടൺ, നോ അലാം. ദൈവം ഒരു കാര്യവും മറക്കുന്നില്ല. ദൈവം ഒരു കാര്യത്തെയും മറികടന്നും പോകുന്നില്ല. എല്ലാ കാര്യവും കൃത്യമാണ്. നമ്മൾ വേദോസം വായിക്കുമ്പോൾ അങ്ങനെ തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് 2000 വർഷം മുമ്പ് പറഞ്ഞ കാര്യം കൃത്യമായി നിവൃത്തിയാകുക. ഭൂമിയിലെ ഒരു സാധാരണ സംഭവത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ തിരുവെഴുത്ത് നിവൃത്തിയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെയാണല്ലോ വായിക്കുന്നത്, 2 കാശിന് 5 കുരുലിനെ വാങ്ങിക്കുന്നു, അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല, ദൈവം അറിയാതെ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, ദൈവം കുരുവിയുടെ ഫ്യൂണറലിന് അറ്റൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് ഒരു കുഞ്ഞു കുരുവി മരിച്ചാൽ ആരാണ് അതിന്റെ ഫ്യൂണറൽ കാണുന്നത്? അത് മരിച്ചോ ചത്തോ എവിടെ കിടക്കുന്നു ആരും നോക്കുന്നില്ല. അപ്പൊ 2 കാശിന് 5 കുരുകിലിനെ വായിക്കുന്നു. ആ കുരുകിലില് ഒന്ന് ചത്താൽ അതിന്റെ ഫ്യൂണറൽ സർവീസ് അറ്റൻഡ് ചെയ്യാൻ ദൈവം സമയമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ കുരുവിയുടെ കാര്യത്തിൽ പോലും തനിക്ക് വ്യക്തമായ അറിവും നിർണയവും കാഴ്ചയുമുണ്ട്. ഒന്നും താൻ ഓവർലുക്ക് ചെയ്യുന്നില്ല, കാണാതെ പോകുന്നില്ല, ഒന്നും താൻ മറക്കുന്നില്ല. അതുകൊണ്ടാ തൻ്റെ ആണ അവൻ മറക്കുകയില്ല. അത് മാറ്റമില്ലാത്തത് കൊണ്ട് അവൻ ആണ കൊണ്ട് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് മാറത്തില്ലെന്നാണ്. ദൈവം ഫ്രസ്ട്രേറ്റഡ് അല്ല. ഒന്നും അവന്റെ കൈകൾക്കിടയിൽ നിന്ന് തെന്നി നീങ്ങുന്നില്ല. ദൈവം ഫ്രസ്ട്രേറ്റഡ് അല്ല. പ്രിയമുള്ളവരെ, അവൻ അനാദിയായി ശാശ്വതമായ ദൈവമാകും. അപ്പം യെശയ്യാവ് 14 പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാവും. 26 സർവഭൂമിയെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു, സകല ജാതികളുടെ മേൽ നീട്ടിയിരിക്കുന്ന കൈയും ഇത് തന്നെ. സർവഭൂമിയെക്കുറിച്ചും ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, അത് ഇതാകുന്നു. ആ നിർണയം എന്ത് ചെയ്യത്തില്ലെന്നാ പറഞ്ഞ് മാറത്തില്ല, അത് ഞാൻ നിവർത്തിക്കും. 27 സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാർ. ഇത്ര പർപ്പസ്ഫുൾ ആയിട്ട് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ അത്ഭുതവാനായ ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ഒന്നിനെയും ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ ഹിതത്തെ ഹർട്ട് ചെയ്യത്തക്കവണ്ണം തനിക്ക് വെളിയിൽ ഒന്നുമില്ലെങ്കിൽ, അവനിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒന്നും ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശത്തെ ഹർട്ട് ചെയ്യുവാനോ, ഒരു പാനിക് ബട്ടൺ അമർത്തണ്ട, ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് എത്തണ്ട, ഒരു SOS സന്ദേശം അയക്കണ്ട, ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. അവൻ എന്താണോ നിർണയിച്ചിരിക്കുന്നത് അത് അവൻ അതിനെ ദുർബലമാക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ഇനി ദൈവം ഫ്രസ്ട്രേറ്റഡ് അല്ല. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിക്കും. ദൈവം ഇതെല്ലാം കണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കുകയല്ല. ദൈവത്തിന് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടും ഈ ലോകം ഇത്രയും ദൈവത്തെ അവിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പ്ലാനുകളെ അവർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കെതിരെ അവർ ഗൂഢാലോചന നടത്തുന്നു. എത്ര മനുഷ്യരാണ് ദൈവത്തെ പഴി പറയുന്നത് അല്ലെ? ഈ പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലുകൾ വരുമ്പോൾ, സുനാമി വരുമ്പോൾ,
മനുഷ്യർ ഒത്തിരി മരിക്കുമ്പോൾ എന്തും മനുഷ്യരാണ് ദൈവത്തെ ചീത്ത പറയുന്നത്. അതിന് പ്രത്യേകമായിട്ട് യൂട്യൂബിൽ എന്തുമാത്രം വീഡിയോസ് ആയിടുന്നത്. ഏറ്റവും കൂടുതൽ എന്നും മനുഷ്യൻ ദൈവത്തെയാണ് പ്രതിയാക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ പോലും അവരുടെ ലൈഫിൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്നത് ദൈവത്തെയാണ്. പക്ഷെ ഇതൊന്നും കണ്ട് ദൈവം ക്ഷീണിക്കുന്നില്ല. ട്രാജഡിയോ, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നു, ദൈവത്തെ തള്ളിപ്പറയുന്നു, ദൈവത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നതും ഒന്നും ദൈവത്തെ ക്ഷീണിപ്പിക്കുന്നില്ല. യെശയ്യാവിന്റെ 40 അത് കർത്താവ് പറയുന്നുണ്ട്. നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. നമ്മൾ ക്ഷീണിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ദൈവം ക്ഷീണിക്കുന്നില്ല. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിക്കാതിരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും, പക്ഷെ ദൈവം തളരുന്നില്ല. ഇവിടെ ദൈവത്തിന് വിപരീതമായി പല നിലയിലുള്ള നിയമങ്ങൾ അധികാരികൾ ഭൂമിയിൽ കൊണ്ടുവന്നാലും ദൈവത്തിന്റെ പുത്രനെതിരെ എത്ര വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാലും ദൈവത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ പർപ്പസ് നിറവേറത്തുള്ളൂ, വേറെ ആരുടെയും പർപ്പസ് നിറവേറത്തില്ല. അതുകൊണ്ട് അവൻ ക്ഷീണിക്കുന്നില്ല, മടുത്തു പോകുന്നില്ല. മനുഷ്യന്റെ അവിശ്വാസ നിമിത്തമോ, മനുഷ്യന്റെ തള്ളിപ്പറച്ചിൽ നിമിത്തമോ, മനുഷ്യന്റെ തെറ്റുകൾ നിമിത്തമോ ദൈവത്തിന് തളരേണ്ട ആവശ്യം വരുന്നില്ല. അവൻ ക്ഷീണിക്കുന്നില്ല. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ക്ഷീണിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്ഷീണിക്കുന്നത്? ശരിക്കും ക്ഷീണിക്കുകയാണ് അവനല്ലേ ക്ഷീണിക്കേണ്ടത്. കാരണം ഇതെല്ലാം അവനല്ലേ പ്ലാൻ ചെയ്തത്, ഇതിനെല്ലാം അവനല്ലേ തുടക്കമിട്ടത്, ഇതെല്ലാം അവനല്ലേ ഡിസൈൻ ചെയ്തത്, അവന്റെ പുത്രന്റെ രക്തമല്ലേ അവൻ ഊറ്റിയത്. അപ്പോൾ ആൾക്കാർ വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ അവനല്ലേ ക്ഷീണിക്കേണ്ടത്? അവനല്ലേ ഇത്രയും വലിയൊരു സ്നേഹം നമുക്കായിട്ട് ഊറ്റിത്തന്നത്? അവനല്ലേ സകലത്തെയും സൃഷ്ടിച്ച് നമുക്കും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ജീവശ്വാസം തന്നത്? അങ്ങനെയാണെങ്കിൽ അവനാണല്ലോ ഈ കാര്യങ്ങളൊക്കെയും അവന്റെ ഉദ്ദേശത്തിൽ നടക്കാതെ പോകുമ്പോൾ ക്ഷീണിക്കേണ്ടത് അല്ല. ഇതൊക്കെ ഈ നിലയിൽ ഒരു ട്രാജഡിയായി കിടക്കുന്ന പോലെ നമുക്ക് തോന്നുമ്പോഴും ഇതിനപ്പുറത്ത് അവൻ മറ്റൊരു കാര്യം ഓൾറെഡി എറ്റേണലി പ്ലാൻ ചെയ്തിരിക്കുന്ന ആ പ്ലാൻ മാറാതെ അത് ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് അവന് ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. അതുകൊണ്ട് തളരാത്ത, ക്ഷീണിക്കണമെങ്കിൽ അവനാ ക്ഷീണിക്കണ്ടേ, മടുക്കണേ അവനാ മടുക്കണ്ടേ, മൂഡ് ഓഫ് ആകണമെങ്കിൽ അവനാ മൂഡ് ഓഫ് ആകണ്ടേ, നിരാശപ്പെടണമെങ്കിൽ അവനാ നിരാശപ്പെടേണ്ട. പക്ഷെ അവൻ മടുക്കുന്നില്ലെങ്കിൽ അവനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്കും തളരേണ്ട ആവശ്യമില്ല. എന്നിട്ട് കർത്താവ് പറയാം, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. എന്തുകൊണ്ടാണ് നാം ക്ഷീണിക്കാത്തതിന്റെ കാരണം, നാം തളർന്നു പോകാത്തതിന്റെ കാരണം? ഒന്ന്, എല്ലാം ആരംഭത്തിൽ തന്നെ അറിയുന്ന ഒരുവന്റെ കൂടെയാണ് നടക്കുന്നത്. 2, അവന് സമയത്തിന് അതീതനാണ്. 3, അവൻ ഓൾ സഫീഷ്യന്റ് ആണ്. അവൻ ഒന്നിന്റെ ആവശ്യമില്ല, ഒന്നിന്റെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആശ്രയിക്കേണ്ട. 4, അവന് മാറ്റമില്ല, അവൻ മാറാത്തവനാണ്, അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനമേക്കാത്തവനാണ്. 5, അവൻ ഒരു കാര്യം നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കാൻ ആർക്കും കഴിയത്തില്ല. അവന് അഭിപ്രായങ്ങളല്ല ഉള്ളത്, അവന് നിർണയങ്ങളാണ് ഉള്ളത്. ഈ വായിച്ച വാക്യങ്ങളെല്ലാം അതാ നമുക്ക് ഉറപ്പ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണിക്കേണ്ട. ദൈവം ക്ഷീണിക്കുന്നില്ല. എന്നാൽ അവന്റെ പ്ലാനുകൾ ഇവിടെ കാറ്റിൽ പറക്കുന്നു, അവയെല്ലാം പിച്ച് ചീന്തപ്പെടുന്നു, അവയെല്ലാം അട്ടിമറിക്കപ്പെടുന്നു. അല്ല, അതൊക്കെ അട്ടിമറിക്കപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും താൻ നിത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നത് മനുഷ്യർക്ക് കാണാൻ കഴിയാത്തവണ്ണം അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും എബ്രായ ലേഖനം 10:13 അവൻ ക്ഷീണിക്കുന്നില്ല. അവൻ തന്ന പുത്രൻ യേശുക്രിസ്തു തന്റെ ജീവൻ കൊടുത്ത് നമ്മെ എല്ലാവരെയും തന്റെ സ്വന്തമാക്കാൻ ചെയ്ത വലിയ ദൈവത്തിന്റെ ദിവ്യമായ രക്ഷണീയ പ്രവൃത്തി, അത് ഇവിടെ പൂർണ്ണമായി സക്സസ്ഫുൾ ആയിട്ടുണ്ടോ? നമ്മുടെ ദൃഷ്ടിയിൽ ഇല്ല. കാരണം എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നില്ല. വളരെ കുറച്ചു പേര് മാത്രമേ കർത്താവിനെ അറിയുന്നുള്ളൂ, കുറച്ചു പേര് മാത്രമേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നുള്ളൂ. പക്ഷേ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. 12-ാം വാക്യം, എബ്രായർ 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, തന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളും. അപ്പോൾ യേശു ക്രൂശിൽ മരിച്ചു രക്തം കൊടുത്ത് അവൻ നമുക്ക് പകരക്കാരനായി എല്ലാവരുടെയും പാപങ്ങളെ ചുമന്ന് ഇപ്പോൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടും
യേശുവിനെ അവിശ്വസിക്കുന്നവർ, യേശുവിനെ കുറിച്ച് വ്യാജം പറയുന്നവർ, യേശുവിനെ കുറിച്ച് നുണക്കഥകൾ പറയുന്നവർ, കർത്താവ് ജീവിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചരിത്രപുരുഷൻ പോലും ഇല്ല എന്ന് അവനെ നിന്ദിക്കുമ്പോഴും പിതാവിന്റെ വലത്തു ഭാഗത്ത് ശത്രുവിനെ പാദപീഠമാക്കളോ അവൻ കാത്തിരിക്കുന്നു. അവൻ പിതാവിനോട് പറയുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആകുന്നില്ല, ഞാൻ ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്റെ രക്തം കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് എല്ലാവരും എനിക്കെതിരെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ വിശ്വസിക്കാത്തത്, എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ നിന്ദിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ഫ്രസ്ട്രേറ്റഡ് ആകുന്നില്ല. ശത്രുവിനെ പാദപീഠമാക്കുവാൻ ദൈവത്തിനൊരു പർപ്പസ്, പിതാവിനൊരു പർപ്പസ് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് 2000 വർഷമായിട്ട് അവൻ രക്തം കൊടുത്ത് അവൻ ഈ ലോകത്തെ വീണ്ടെടുപ്പാനായിട്ടുള്ള തന്റെ ആ പ്രവൃത്തി പൂർണ്ണമായും ലോകം തള്ളിക്കളയുമ്പോഴും അവൻ പിതാവിന്റെ വലത്ത് ശത്രു പാദപീഠമാകുമ്പോഴും കാത്തിരിക്കുന്നു, വളരെ പേഷ്യൻ്റായിട്ട്, വളരെ ക്ഷമയോടെ. കാരണം പുത്രൻ അറിയാം പിതാവ് എല്ലാം ഒടുക്കം തന്റെ ഉദ്ദേശത്തിൽ നിവർത്തിക്കും. മനുഷ്യൻ ദൈവത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം തന്റെ ഉദ്ദേശത്തിലേക്ക് ദൈവം കൊണ്ടുവരും. എല്ലാ ദുഷ്ടതയും, എല്ലാ പാപത്തെയും, എല്ലാ നിന്ദയെയും, എല്ലാ അവിശ്വാസത്തെയും, എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളെയും, എല്ലാ ദോഷത്തെയും, എല്ലാ ഈവിളിനെയും തന്റെ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായി ദൈവം കൊണ്ടുവരുമെന്ന് അറിയാവുന്ന പുത്രൻ പിതാവിന്റെ വലത്ത ഭാഗത്ത് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം അരുളി ചെയ്തു, അങ്ങനെ തന്നെ സ്ഥാപിക്കപ്പെടും. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം എവിടെയാണ് അരുളി ചെയ്ത്? തന്റെ വചനത്തിൽ. അതെല്ലാം നിവൃത്തിയാകും. ആ ഇമ്മ്യൂട്ടബിളായ, ആ സോവറിൻ പർപ്പസ് ഉള്ള ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. തുടർന്നുള്ള ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രാവർത്തികമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ ദൈവം അവസരം നൽകട്ടെ. ഗോഡ് ബ്ലസ് യു.